അപ്പൊ താനിനി എങ്ങോട്ടാ പോവാ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എവിടുന്നെങ്കിലും കുറച്ച് കാശുണ്ടാക്കണം. ഇവിടെ നിന്ന ഭ്രാന്തായി പോവും. എല്ലാരെയും പിണക്കി പറഞ്ഞു വിട്ടിട്ട് ഇന്ദുവിനെ കെട്ടിച്ചയക്കാന്ന് വാക്കുകൊടുത്തതല്ലേ. അത് നടന്നില്ലെങ്കിൽ അച്ഛനും ഓപ്പോളും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എന്നെ ശപിക്കും. ആ ശാപം കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഒരിക്കലും ഞാൻ ഗുണം പിടിക്കില്ല. പിന്നെന്തിനാ ഒക്കെ കയറി ഏറ്റത്? മുന്നില് ഒരു വെട്ടം കണ്ടിരുന്നു. പക്ഷെ ഇപ്പോ പക്ഷെ താനെവിടെ പോയിരിക്കായിരുന്നു? ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ പോയതാ. കണ്ണിക്കൂടി മൂത്രമൊഴിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാം. താനെന്തിനാ കരഞ്ഞേ? ഏയ്, ഞാൻ കരഞ്ഞല്ലോ. കണ്ണിൽ കരട് പോയതാ. വണ്ടി വരുന്നുണ്ട്. ഇതിരിക്കട്ടെ. എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. വഴിച്ചെലവിനോലും വേണ്ടേ. തന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. ഞാൻ പ്രാർത്ഥിക്കാം. ഭൂമി ഉരുണ്ടല്ലേ. വിധിയുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് എപ്പോഴെങ്കിലൊക്കെ കാണാം. ബൈ. ഇത് നോക്കി. ഇതല്ലേ തനിക്ക് വേണ്ടത്? എന്റെ കൂടെ വന്ന എന്റെ കാര്യത്തിന് കൂട്ടുനിന്ന സമ്മാനായിട്ട് ഇത് തരാം. കല്യാണം നടത്തിയിട്ടുള്ളൂ, ബാക്കി കാര്യം. മുടിഞ്ഞ റേറ്റ് അവിടുത്തെ റൂമിന്. ഒരു ദിവസം 3000 രൂപ. എന്റെ കയ്യിലാണെങ്കിൽ 250 രൂപയുള്ളൂ. എല്ലാരും എത്തിയോ? പെണ്ണിന്റെ ആൾക്കാരൊക്കെ ഉണ്ട്. ചെക്കന്റെ ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന കേട്ടെ. ഫെലിക്സോ? അയാളുണ്ട് ഇവിടെ. ഞാൻ പോയി കാണട്ടെ. വെറുതെ എടുത്തിയാടണ്ട. എല്ലാ സാവകാശം മതി. ആ, അയ്യോ, നീ എന്താ ഇവിടെ? നിന്നെന്തിനാ കെട്ടിയെടുത്തത്? വെള്ളത്തേണ്ടി തന്റെ വിളിക്ക് വേറെ കല്യാണം ഉറപ്പിച്ചു. ഒരു വഴിയില്ലാണ്ടായപ്പോ ഞാനും വെള്ളം കൂട്ടി ഒളിച്ചോടി ഇങ്ങോട്ട് പോന്നു. 2 ദിവസമായിട്ട് നിന്നെ ഇവിടെ തേടി നടക്കാൻ ഞാൻ. ഇതെന്റെ കൂട്ടുകാരൻ മണി. മാല അതിന്റെ കയ്യിലുണ്ട്. ആ മാലയല്ല, ഇത് മേഘമാല. അവൻ കെട്ടാൻ പോണ പെണ്ണ. എന്താടാ? ഈ പെണ്ണിനെ മാല കിട്ടിയോ? ആ മാല വെച്ച കാശ് കിട്ടിട്ടോണ് ഈ മാല കെട്ടിട്ട് ആ തന്തപ്പെട്ട മുമ്പിൽ ആണായിട്ട് പോയി നിൽക്കാൻ. കിട്ടി എന്നാ കിട്ടി. അതിന്റെ ഏർപ്പാടാ. അതൊക്കെ ഞാൻ പറയാം. അന്നത്തിരി കാശായി ഞങ്ങളൊന്ന് ഓട്ടയ്ക്ക് കൊടുക്കാനാ. എത്ര? 7300. 7300. നീ വരുന്ന വഴിക്ക് ഓട്ടോറിക്ഷ സ്വന്തമായിട്ട് വാങ്ങിച്ചോ? ഈ പെണ്ണിനെ കൊണ്ട് ഓടുന്ന വെപ്രാളത്തിലേക്ക് കിട്ടിയ ഓട്ടയാ. പിന്നെ അതിലിങ്ങോട്ട് പോന്നു. നാട്ടിൽ നിന്ന് പിടിച്ച ഓട്ടയാ. 10,500 മൈലേറില്ലേ. എന്നിട്ടാ ഓട്ടോ എവിടെ? ഞാനിവിടെ വന്ന് നോക്കിയപ്പോ നീ ഇവിടെ എത്തിയിട്ടില്ല. പിന്നെ ഓട്ടോറിക്ഷക്കാരനെ ഇവിടെ നിർത്തിയിട്ട് ഹോട്ടലിനകത്തൂടെ ഓടിയിട്ട് പുറകുവശത്തെ മതിലിയാടി ഓടി. അയാൾ എന്നെ തപ്പി നടക്കാ. പോലീസിന് പണി കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടെ. എന്റെ കയ്യിൽ ഇനി 10-200 രൂപയുള്ളൂ.